പശ്ചിമേഷ്യയുടെ നെഞ്ചിടിപ്പ് വാനോളം ഉയർത്തിക്കൊണ്ട് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ 2 മരണദൂതന്മാർ ഇപ്പോൾ പറന്നിറങ്ങിയിരിക്കുന്നു. ഇറാന്റെ കഴുത്തിന് നേരെ കത്തിവെക്കാൻ പാകത്തിന് സാക്ഷാൽ ബ്രിട്ടനിലാണ് അവരിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ ആവനാഴിയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന 2 വജ്രായുധങ്ങളാണ് B1 ലാൻസറും B2 സ്പിരിറ്റും. പൂർണ്ണ യുദ്ധസന്നാഹങ്ങളോടെ ബ്രിട്ടനിലെ സൈനിക താവളങ്ങളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ലക്ഷ്യം ഒന്നു മാത്രം, ഇറാൻ. ഏത് നിമിഷവും ഇറാന്റെ ആകാശത്തേക്ക് സർവനാശം വിതയ്ക്കാൻ ഈ രാക്ഷസന്മാർ കുതിച്ചു വരാം. ആദ്യം നമുക്ക് B1 ലാൻസറിനെ പറ്റി പറയാം. അമേരിക്കൻ സൈനികർ സ്നേഹത്തോടു കൂടിയും ശത്രുക്കൾ ഭയത്തോടു കൂടിയും ഇവനെ വിളിക്കുന്ന പേരാണ് ദി ബോൺ. ശത്രുക്കളുടെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തത്ര താഴെ ശബ്ദത്തേക്കാൾ വേഗതയിൽ പാഞ്ഞു വരുന്നൊരു ഭീകരജീവിയാണിത്. ഒരു പക്ഷിയെപ്പോലെ ചിറകുകൾ പിന്നോട്ട് മടക്കി വെച്ച് കാറ്റിനെ കീറി മുറിക്കാൻ ഇതിന് കഴിയും. ശത്രുക്കൾ ഇത് അറിയുമ്പോഴേക്കും ഇവൻ അവരുടെ തലയ്ക്ക് മുകളിലെത്തിയിരിക്കും. ഒറ്റയടി 34,000 കിലോ ബോംബുകളാണ് ഇവൻ ശത്രുക്കളുടെ നെഞ്ചിലേക്ക് വർഷിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ചുമക്കാൻ ശേഷിയുള്ളത് ഇവനാണ്. ഇറാന്റെ മണ്ണിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് പെയ്തതുപോലെ സർവനാശം വിതച്ച് ഇവൻ മടങ്ങും. എന്നാൽ ശബ്ദമുണ്ടാക്കി വരുന്നവനല്ല യഥാർത്ഥ വില്ലൻ. ശബ്ദമില്ലാതെ ആർക്കും കാണാൻ കഴിയാതെ വരുന്നവനാണ് എക്കാലത്തെയും വലിയ അപകടകാരി. അവനാണ് B2 സ്പിരിറ്റ്, ആകാശത്തിലെ അദൃശ്യനായ കാലൻ. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇവന്റെ കരുത്ത്. ഇവനൊരു വാലില്ലാ വിമാനമാണ്. വലിയ വവ്വാലിനെ പോലെ അത് ആകാശത്തു കൂടി തെന്നി നീങ്ങും. ഇറാന്റെ എത്ര വലിയ റഡാറുകൾ വിചാരിച്ചാലും ഇവനെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. റഡാറുകളുടെ സ്ക്രീനിൽ ഒരു പക്ഷിയുടെ വലുപ്പം മാത്രമേ ഈ 17,500 കോടി രൂപ വില വരുന്ന ഈ ഭീമൻ വിമാനത്തിനുണ്ടാകൂ. 2,600 കോടി രൂപ വില വരുന്ന B1 പരമ്പരാഗത ബോംബുകൾ ഇടുമ്പോൾ B2 വരുന്നത് സാക്ഷാൽ ആണവായുധങ്ങളുമായാണ്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ 11,000 കിലോമീറ്റർ പറക്കാൻ ഇവന് കഴിയും. ശത്രുക്കൾ എന്തെങ്കിലും ഒരു ഒച്ച കേൾക്കുകയോ റഡാറിൽ എന്തെങ്കിലും കാണിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ B2 അവരുടെ നഗരങ്ങളെ പൂർണ്ണമായും ചാമ്പലാക്കിയിരിക്കും. B1 ലാൻസർ അമേരിക്കയുടെ മസിൽ പവർ ആണെങ്കിൽ B2 സ്പിരിറ്റ് അവരുടെ അദൃശ്യനായ സൈലന്റ് കില്ലറാണ്. ഈ 2 വിമാനങ്ങൾ ഒന്നിച്ച് ആകാശത്തേക്ക് ഉയർന്നാൽ ശത്രുക്കൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഓടി ഒളിക്കുക. അപ്പോൾ ഈ നിമിഷം ബ്രിട്ടനിലെ വിമാനത്താവളങ്ങളിൽ അമേരിക്കയിൽ നിന്നൊരു കമാൻഡിന് വേണ്ടി ഇവർ എഞ്ചിൻ ഓൺ ചെയ്ത് കാത്തിരിക്കുകയാണ്. ഏത് പാതിരാത്രിയിലും ഇറാന്റെ ആകാശത്ത് ഇവരുടെ കരുന്നേഴ് വീഴാം. അത് ടെഹ്റാനെ തുടച്ചു നീക്കുമോ?